പിന്നെ എനിക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോ ഒന്ന് ഇടേണ്ട സിറ്റുവേഷനാണ്. ഒരു 2 ദിവസത്തേക്ക് കാണും. അപ്പോൾ ഞാൻ നോക്കട്ടെ. അപ്പം ജസ്റ്റ് ഇതെല്ലാം ഒന്ന് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് തന്നെ എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഉള്ള സമയം കളയാതെ, ഇന്നലെ അതുകൊണ്ടാണ് പറ്റാഞ്ഞത്, നമുക്ക് സമയം കളയാതെ നമുക്ക് ഉള്ള കുറച്ച് ടോപ്പിക്സ്, 1-2 ടോപ്പിക്ക് നമുക്ക് പ്രീ റെക്കോർഡായിട്ട് തന്നെ ഇടാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡീകോഡർ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എന്താ പറയുന്നത്, നേരെ ഓപ്പോസിറ്റ്, ഡീകോഡ് ചെയ്യുക എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എൻകോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച ഡീകോഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് നമ്മുടെ എൻകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡീകോഡർ പോലെ തന്നെ ഉള്ളൊരു സാധനമാണ്. അത് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡീകോഡറിൽ നമ്മൾ ചെയ്തിരുന്നത് എന്തുവായിരുന്നു? ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഡീകോഡറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3 to 8 ഡീകോഡർ, അല്ലെന്നുണ്ടെങ്കിൽ 2 to 4 ഡീകോഡർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2 ലൈനുണ്ട്. ആ 2 ലൈനിനകത്ത് വരുന്ന വാല്യൂ അനുസരിച്ച് ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആവും. അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 10 കൊടുക്കുകയാണെങ്കിൽ 10 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര 2 എന്ന് പറയുന്ന ലൈൻ മാത്രം ഔട്ട്പുട്ടിൽ ഹൈ ആവുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഡിനെ ഡീകോഡ് ചെയ്തത് ഏതാണെന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീകോഡർ എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ എൻകോഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡീകോഡറിൽ n ഇൻപുട്ടും 2n ഔട്ട്പുട്ടും ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാൽ എൻകോഡറിലെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 2n ഔട്ട്പുട്ട് എന്ന് പറയുന്നത് n ആയിരിക്കും. വിച്ച് മീൻസ് നേരെ ഓപ്പോസിറ്റ്. നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് 2 to 4 ഡീകോഡറും അല്ലെങ്കിൽ 3 to 8 ഡീകോഡറും ആണെങ്കിൽ ഇവിടെ അപ്പോൾ എന്തുമായിരിക്കും? 4 to 2 എൻകോഡർ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 8 to 3 എൻകോഡർ. ഇങ്ങനെയായിരിക്കും നമുക്ക് എവിടെ ഉള്ളത്, എൻകോഡറിൻ്റെ കേസിലുള്ളത്. അപ്പോൾ 2n ഇൻപുട്ടും n ഔട്ട്പുട്ടും. ഇവിടെ അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ നമുക്ക് 2n ഔട്ട്പുട്ട് ഡീകോഡറിലുള്ള, അപ്പം ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് മാത്രമേ ഹൈ ആവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇൻപുട്ട് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഹൈ ആവാൻ പാടുള്ളൂ. ഒരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് ഇതിനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ എൻകോഡർ ആണെങ്കിൽ നമുക്കിവിടെ മറ്റേ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമുക്ക് എത്ര ഇൻപുട്ട് കാണും? 2n ഇൻപുട്ടുകൾ കാണും. നമുക്കിവിടെ എത്ര ഔട്ട്പുട്ട് കാണും? n ഔട്ട്പുട്ടുകളാണ്. ഒറ്റ കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങൾ, only one input can be high at a time. only one input can be high at a time. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു എൻകോഡർ ഉണ്ട്, 2n ഇൻപുട്ടും n ഔട്ട്പുട്ടും ഉണ്ട്. ആ 2n ഇൻപുട്ടിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറ്റ് ടൈം ഹൈ ആവാൻ പാടുള്ളൂ. അതനുസരിച്ച് നമുക്ക് അതിൻ്റെ കോഡ് നമ്മൾ ഡീകോഡർ എങ്ങനെ ചെയ്ത് അതിന് നേരെ ഓപ്പോസിറ്റ് കോഡ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ലൈൻ കിട്ടും, നമുക്ക് കറസ്പോണ്ടിങ് കോഡ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. എൻകോഡ് ചെയ്യുക, കോഡ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 4 to 2 എൻകോഡർ നോക്കാം. 4 to 2 എൻകോഡർ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? 1 2 3 4 ഇൻപുട്ട്, 4 to 2. അപ്പോൾ 4 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും, 4 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും. അപ്പോൾ 4 ഇൻപുട്ടിന് ഞാനിപ്പം I1 അല്ലെങ്കിൽ I2 I3 I4 എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാൻ ജസ്റ്റ് I1 I2 I3 I4 എന്ന് കൊടുത്തേ ഉള്ളൂ. എനിക്കിപ്പോൾ ഔട്ട്പുട്ടായിട്ട് ഇപ്പം D1 D2 എന്ന് ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എനിക്ക് 4 ഇൻപുട്ടുകളും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറ്റ് ടൈം ഹൈ ആവാൻ പാടുള്ളൂ. ഇതാണ് എൻ്റെ കൺസെപ്റ്റ് 4 to 2 എൻകോഡർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരെണ്ണം 1 ആയി, ഇത് 3ഉം 0 ആയെന്ന് വിചാരിക്കുക. ഇത് ഏതിൻ്റെയാ I1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള I0 I1 I2 I3 നമ്മളെപ്പോഴും 0 ബേസിൽ എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് I0യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ് 1 ആയതെങ്കിൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് എന്തുമായിരിക്കും? ഇതും 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കോഡ് ആക്കുക ചെയ്യുന്നത് ഇവിടെ. നേരത്തെ നമ്മൾ മറ്റേടത്ത് എങ്ങനെയായിരുന്നു? ഇൻപുട്ടിൽ 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ I0 മാത്രം ഹൈ ആവും. ഇവിടെ നേരെ തിരിച്ച് ഇൻപുട്ടിൽ I0 മാത്രം 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? 0 ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ നമുക്കിവിടെ ഒരെണ്ണം 1 ആവും, പറ്റേ ടൈം ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ I1 മാത്രം 1, I0യും I2ഉം I3യും 0 ആയിരുന്നെങ്കിലോ? ഇവിടെ ഇപ്പോൾ I1 മാത്രമേ 1 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് I1. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? എന്തായിരിക്കും? 0 1. ഇനി ഫോർ എക്സാമ്പിൾ I2 ആണ് 1 ആവുന്നത്, ബാക്കിയെല്ലാം 0 ആണെങ്കിലോ? നമുക്ക് ഔട്ട്പുട്ട് വേണ്ടി I2 2ന് കറസ്പോണ്ടിങ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും 1 0 ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. ഇനി അതും പോരാഞ്ഞിട്ട് നമ്മുടെ I3 കറസ്പോണ്ടിങ് I3യുടെ പിന്നെ 1 ആയി,
ബാക്കി I0 I1 I2 0 ആണെങ്കിലോ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തുമായിരിക്കും 1 1. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻപുട്ടിൽ അറ്റ് എ ടൈം എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ, ഒരു പിന്ന് മാത്രമേ ഹൈ ആവാൻ പാടുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നമുക്ക് എവിടെ കിട്ടും? 0 0 0 1 1 0 1 1 നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. ഈ സെയിം സിറ്റുവേഷൻ ആണ് ഇപ്പം 8 to 3 വന്നാലും 8 ഇൻപുട്ട് 3 ഔട്ട്പുട്ട്. ആ 8 ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഹൈ ആണുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് വരാൻ ചാൻസ് ഉള്ള ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഈ 4 ഇൻപുട്ടുകളേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് എന്ത് വരാം? 0 0 0 1 വരാം, അല്ലെങ്കിൽ 0 0 1 0 വരാം, അല്ലെങ്കിൽ 0 1 0 0 വരാം, അല്ലെങ്കിൽ 1 0 0. ഈ 4 ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആവുന്ന ഈ 4 ഇൻപുട്ടുകൾ മാത്രമേ ഏത് പോസിബിൾ ഉള്ളൂ? ഈ എൻകോഡറിന് വരാൻ പോസിബിലിറ്റി ഉള്ളൂ. അതനുസരിച്ചുള്ള കോഡ് നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കും. 0 0 0 1 1 0 അല്ലെങ്കിൽ 1 1 നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കും. ഇതാണ് നമ്മുടെ എൻകോഡറിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ശരി ഓക്കെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇത് വരച്ചു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ എഴുതുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ട്രൂത്ത് ടേബിളിൻ്റെ കേസിൽ നമുക്കിപ്പോൾ തരുന്നുണ്ട് 4 ഇൻപുട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഞാൻ ഓർഡറിൽ I3 I2 I1 I0 4 ഇൻപുട്ടുകളുണ്ട്. എനിക്ക് 2 ഔട്ട്പുട്ടുകളുണ്ട്. D1 D0 D1 എന്ന് കൊടുക്കുക, D0 D1 എന്ന് കൊടുക്കുക, D0 D1. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണ്? നമുക്ക് ഔട്ട്പുട്ട് വരുന്ന പോസിബിലിറ്റീസ് എങ്ങനെയാണ്? എനിക്ക് അറ്റ് എ ടൈം ഏതിൽ ഒരെണ്ണേ വരുള്ളൂ? 1. ഫസ്റ്റ് കേസിൽ I0 ഞാൻ 1 ആക്കി, ബാക്കിയെല്ലാം 0 ആക്കി. അടുത്ത കേസിൽ I1 1 ആക്കി, ബാക്കിയെല്ലാം 0 ആക്കി. അടുത്ത കേസിൽ I2 1 ആക്കി, ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്തു? 0 ആക്കി. അതിനടുത്ത കേസിൽ I3 1 ആക്കി, ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്തു? 0 ആക്കി. അപ്പോൾ I0 0 ആകുമ്പോൾ I0 മാത്രം ഹൈ ആകുമ്പോൾ അത് ഏതിന് കറസ്പോണ്ടിങ്ങാണ്? 0 ഇടതാണ്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? 0 0. ഇനി I1 1 ആകുമ്പം ആ സമയത്തിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 1. അടുത്തത് I2 മാത്രം 1 ആകുമ്പോൾ അത് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, സോ ദ ഔട്ട്പുട്ട് വിൽ ബി 1 0. ഇനി I3 1 ആകുമ്പോൾ അത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള? 3ക്ക് കറസ്പോണ്ടിങ് ആണ്, സോ ദ ഔട്ട്പുട്ട് വിൽ ബി 1 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എൻകോഡറിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഈ ട്രൂത്ത് ടേബിളിനകത്ത് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കണം. എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? D0 ഹൈ ആവുന്ന എപ്പോഴൊക്കെയാണ്? D1 ഹൈ ആവുന്ന എപ്പോഴേക്കാണ്? എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്ത് വരയ്ക്കാം? സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ നമുക്ക് D0 ഹൈ ആവുന്ന എപ്പോഴേക്കാണ്? D0 ഹൈ ആവുന്ന എപ്പോഴേക്കാണ്? D0 ഹൈ ആവുന്നത് 0 1 0 0യിലും അതുപോലെ തന്നെ 1 0 0 0യിലും. അപ്പോൾ D0 ഹൈ ആവുന്ന എപ്പോഴേക്കാണ്? ഏതൊക്കെയാണ്? 0 1 0 0യിലും 1 0 0 0 എന്ന് പറഞ്ഞാൽ I3 ബാർ I2 I1 ബാർ I0യിലും അതുപോലെ തന്നെ I3 I2 ബാർ I1 ബാർ I0. ഈ 2 കണ്ടീഷനിലാണ് ഏത് ഹൈ ആവുന്നത്? D0 ഹൈ ആവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് D0യുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? D0 ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ്? ഈ കണ്ടീഷനിൽ ഏതൊക്കെയാണ്? I3 ബാർ I2 I1 ബാർ I0, I2 I1 ബാർ I0 ഓർ ഒന്നുകിൽ ആ കണ്ടീഷൻ വരുമ്പം ഏത് വണ്ണാവും? D0 വണ്ണാവും. അല്ലെങ്കിൽ ഏത് വരുമ്പോഴാണ്? I3 I2 ബാർ I1 ബാർ I0 ബാർ. ഏതൊക്കെയാണ്? I3 I2 ബാർ I1 ബാർ I0. ഈ 2 കണ്ടീഷൻ വരുമ്പോഴേ എന്ത് ഹൈ ആവുന്നത്? D0 ഹൈ ആവുന്നത്. അതുപോലെ D1 ഹൈ ആവുന്ന എപ്പോഴാണ്? D1 ഹൈ ആവുന്ന എപ്പോഴാണ്? നോക്കിയേ, D1 ഹൈ ആവുന്നത് ഈ 2 കണ്ടീഷനില്ല. ഏതൊക്കെയാണ്? 0 0 1 0യിലും 1 0 0 0യിലും. അപ്പോൾ 0 0 1 0 എന്തുവാ? I3 ബാർ I2 ബാർ I1 I0 ബാർ. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ I3 ബാർ I2 ബാർ I1 I0. അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഏതൊക്കെ ഏതാ? I3 I2 ബാർ I1 ബാർ I0 ബാർ. മനസ്സിലായോ? ഈ 2 കണ്ടീഷനിൽ എന്ത് ഹൈ ആവുന്നത്? D1 ഹൈ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തോ ചെയ്താൽ മതി? നമുക്കിനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം വരച്ചാൽ മതി. എനിക്ക് എന്തൊക്കെ വേണം? I3 I2 I1 I0യുടെ എന്താ വേണം? ബാറും വേണം, നോർമലും വേണം. അപ്പോൾ ഞാൻ എന്ത് ഇവിടെ I3 I2 I1 I0 എനിക്കിതിൻ്റെ എല്ലാം നോർമലും വേണം, എന്തും വേണം, ഇതിൻ്റെ ബാറും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓരോ ഇൻവെർട്ടർ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഓരോ ഇൻവെർട്ടർ ലൈനൂടെ വരച്ചു. അല്ലേ? ഓരോ ഇൻവെർട്ടർ ലൈനൂടെ വരച്ചു. അപ്പോൾ എനിക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? I3 ബാർ I2 ബാർ I1 ബാർ I0 ബാർ. അപ്പോൾ എനിക്ക് എൻ്റെ D1 എന്തുവായിരുന്നു? എൻ്റെ D1 എക്സ്പ്രഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞാൽ D1ൻ്റെ എക്സ്പ്രഷൻ എന്തുവായിരുന്നു? അല്ലെങ്കിൽ നമ്മുടെ D1 D0 ഏതൊരു ഓർമ്മ പറയാം. D0യുടെ എക്സ്പ്രഷൻ എന്തുവായിരുന്നു?
D0യുടെ എക്സ്പ്രഷൻ I3 ബാർ I2 I1 ബാർ I0 ബാർ. I0 ബാർ അല്ലേ, ഏതിൻ്റെ ആയിരുന്നു? I0 ബാർ, അത് തന്നെ. I3 ബാർ I2 I1 ബാർ I0 ബാർ. എന്ത് വരും? ഞങ്ങളോട് ഇതിൻ്റെ ലൈനോടെ വരയ്ക്കുക, ബാറിൻ്റെ ലൈനോടെ വരയ്ക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? I3 ബാർ I2 I1 ബാർ I0 ബാർ. ഇത് നാലും കൂടെ ഞാൻ ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ എനിക്ക് എന്താ കിട്ടും? D1ൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. സോറി, D0യുടെ ഒരു എക്സ്പ്രഷൻ കിട്ടും. D0യുടെ രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്തുവാ? I2 ബാർ I1 ബാർ I0 ബാർ. അപ്പോൾ എന്ത് ചെയ്യും? I3 I2 ബാർ I1 ബാർ I0 ബാർ. ഇതും ഞാനൊരു ഗേറ്റിൽ കൊടുത്തു. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു ഓർ ഗേറ്റിൽ കൊടുത്താൽ എനിക്ക് എന്താ കിട്ടും? ഇതാണ് എൻ്റെ D0. മനസ്സിലായോ? ഇനി എനിക്ക് D1 ഉണ്ടാക്കണമെങ്കിൽ എന്താ? D1ൻ്റെ ഒരെണ്ണം ഇത് തന്നെയാണ്. D1ൻ്റെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ നമ്മൾ പറഞ്ഞ I3 I2 ബാർ I1 ബാർ I0 ബാർ തന്നെ സെയിം തന്നെയാണ്. ഇത് നമുക്ക് D1ൽ വ്യത്യാസം എന്തില്ല എവിടെ വരുന്നത്? D3ൽ I1 വ്യത്യാസം എവിടെ വരുന്നത്? നമുക്ക് ഒരെണ്ണത്തിൽ മാത്രമേ വരുന്നത്. എവിടെയാ? ഈ മേളത്തെ I3 ബാർ I2 ബാർ I1 ഇതേതാ? D1നകത്ത് I3 ബാർ I0 ബാർ, I3 ബാർ I2 ബാർ I1 I0 ബാർ. ഇതിനകത്താണ് ഏത് വ്യത്യാസം വരുന്നത്? D1ൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 0 0 1 0. എങ്ങനെ വ്യത്യാസം വരുന്നത്? നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് വരയ്ക്കേണ്ടത് ഏതൊക്കെയാണ്? I3 ബാർ, I3യുടെ ബാർ എടുക്കുന്നു, I2 ബാർ എടുക്കുന്നു, I1 എടുക്കുന്നു, I0 ബാർ എടുക്കുന്നു. ഇത് ഇത്രയും കൂടെ ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് D1ൻ്റെ ഒരു ടൈം കിട്ടി. രണ്ടാമത്തെ ടൈം ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മളൊരു എടുക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. അടുത്തൊരു കേസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? D1 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് D1 കിട്ടി. അപ്പോൾ നമുക്ക് D0യുമായി D1നുമായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ എൻകോഡറിൻ്റെ രണ്ട് ഔട്ട്പുട്ടുകൾ D0യും D1ഉം നമുക്ക് വരയ്ക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ പറയുക, ഡീകോഡറിൻ്റെ നമ്മുടെ എന്താണ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റി, അപ്പം ബ്ലോക്ക് ഡയഗ്രാം എഴുതാൻ പറ്റി, ട്രൂത്ത് ടേബിൾ എഴുതാൻ പറ്റി, എക്സ്പ്രഷൻ എഴുതാൻ പറ്റി, സർക്യൂട്ട് ഡയഗ്രാം എഴുതാൻ പറ്റി. മനസ്സിലായി? അപ്പോൾ ഇതാണ് നമ്മൾ എൻകോഡർ ചെയ്യുന്നത്. ഇപ്പോൾ എൻകോഡർ ചെയ്യുന്ന വേറൊന്നുമില്ല. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ലൈനിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അറ്റ് ടൈം ഹൈ ആവുള്ളൂ. ആ സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഡ് നമുക്ക് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിത് 8 to 3 ഞാൻ ഫുള്ള് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം 8 to 3 ആണെങ്കിൽ എങ്ങനെ വന്നേന്നെന്നുള്ളത്. അതായത് 8 to 3 ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ വന്നേനെ? 8 to 3 ആയിരുന്നെങ്കിൽ 1 2 3 4 5 6 7 8 ഇൻപുട്ട് വന്നേനെ, 1 2 3 ഔട്ട്പുട്ട് വന്നേനെ. മനസ്സിലായോ? ആ 8 ഇൻപുട്ടിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന I0 I1 I2 I3 I4 I5 I6 I7 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ D0 D1 D2 ആണെന്ന് വിചാരിക്കുള്ളൂ. ഔട്ട്പുട്ട് ഞാൻ ഡേറ്റ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് O0 എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇതൊരു 8 to 3 എൻകോഡർ, 8 to 3 എൻകോഡർ എന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഈ ഇൻപുട്ട് ലൈനിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അറ്റ് ടൈം ഹൈ ആവാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം I3 1 ആക്കി, ആ 1 മാത്രമേ 1 ആവാൻ പാടുള്ളൂ. അപ്പോൾ എന്ത്? ബാക്കിയെല്ലാം 0. അപ്പോൾ I3 മാത്രം 1 ആയതിന് മീനിങ് എന്തോ 3യുടെ കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 1 1. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ I6 മാത്രം 1 ആയി, ബാക്കിയെല്ലാം 0 ആണെന്ന് വിചാരിക്കുക. I6 മാത്രം 1 ആയി, അപ്പോൾ 6ന് കറസ്പോണ്ടിങ് ആയിട്ടില്ലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? 1 1 0. മനസ്സിലായോ? ഇനി ഫോർ എക്സാമ്പിൾ I7 ഇപ്പോൾ അല്ല I4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1, ബാക്കിയെല്ലാം 0 ആയിരുന്നെങ്കിലോ എന്താ വന്നേനെ? 4ന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ എന്താ വന്നേനെ? 1 0 0 ഔട്ട്പുട്ട് വന്നേനെ. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എല്ലാം നമ്മുടെ എൻകോഡറുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാം, നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാം, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം, അതെല്ലാം ചെയ്യാം. അപ്പോൾ എൻകോഡർ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ എൻകോഡറിൻ്റെ കേസിൽ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? ഇൻപുട്ട് ഹൈ ആവാൻ പാടുള്ളൂ. ഇൻപുട്ടിൽ ഒരെണ്ണം മാത്രമേ ഹൈ ആവാൻ പാടുള്ളൂ. ഇനി എങ്ങാണം സപ്പോസ് 2 ഇൻപുട്ട് ഒരേ സമയം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അൺഡിഫൈൻഡ് സിറ്റുവേഷൻ വരും. 2 ഇൻപുട്ട് ഒരേ സമയം വന്നു കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് വരും. അപ്പോൾ അങ്ങനെ ഒരു 2 അറ്റ് എ ടൈം 1 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനൊരു
സൊല്യൂഷനാണ്. നമുക്ക് ഈ എൻകോഡറിനെ തന്നെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യും. ഇത് കോൾഡ് പ്രയോറിറ്റി എൻകോഡർ. ഈ എൻകോഡറിനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യും. അത് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുള്ള ഒരേ സമയം 1 ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് ചെറിയൊരു മോഡിഫിക്കേഷനാണ് എന്ത് നമ്മൾ പ്രയോറിറ്റി എൻകോഡർ. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഇപ്പോൾ I0, I1, I2, I3 നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് I3 ആയിരിക്കും. അതിനെക്കാട്ടി കുറച്ച് പ്രിഫറൻസ് I2, അതിൻ്റെ കുറച്ച് പ്രിഫറൻസ് I1, അതിൻ്റെ കുറച്ച് പ്രിഫറൻസ് എന്ന് പറയുന്നത് I0. അങ്ങനെ നമ്മൾ ഓരോന്നിനും നമ്മളൊരു പ്രിഫറൻസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും കൂടിയ വാല്യൂവിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ I3 എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ, I2 എന്ന് ഏറ്റവും കുറവ്, I1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്, അല്ലെങ്കിൽ അതിൻ്റെ കുറവ്, I0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറവ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ട്രൂ ടേബിൾ വരച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നമുക്ക് 4 ഒരു 4 to 2 ആണ്, ഒരു 4 to 2 എൻകോഡറാണ് ഞാൻ പ്രയോറിറ്റി എൻകോഡർ. 4 to 2 പ്രയോറിറ്റി എൻകോഡറാണ് വരയ്ക്കുന്നെങ്കിൽ 4 ഇൻപുട്ട് 2 ഔട്ട്പുട്ട് അതെല്ലാം സെയിം തന്നെ. ഇവിടെ വ്യത്യാസം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് 4 ഇൻപുട്ട് I3, I2, I1, I0, 2 ഔട്ട്പുട്ട് D1, D0 2 ഔട്ട്പുട്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ അറ്റ് എ ടൈം എനിക്ക് എന്താ പറ്റുള്ളൂ, ഒരെണ്ണം മാത്രമേ വണ്ണാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ I0 മാത്രം 1, ബാക്കിയെല്ലാം 0. I0 മാത്രം 1, ബാക്കിയെല്ലാം 0. ഇതിൻ്റെ മീനിങ് എന്തോ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0, 0. നമ്മൾ പഠിച്ചത് I0 മാത്രം 1, 2 0. ഇപ്പോൾ ഇതിന് മേളിലുള്ള ഈ I0ക്കാട്ടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതലുള്ളതാണ് I1, I2, I3. ഇതിൻ്റെ കേസിൽ ഈ കേസിൽ ഇപ്പോൾ ഇത് 3 0 കുഴപ്പമൊന്നുമില്ല. അതായത് ഈ I0യെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതലുള്ള I1, I2, I3യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 0 തന്നെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നല്ലൊരു വ്യത്യാസം ഒന്നും വരുത്തേണ്ട കാര്യമില്ല. എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 0, 0. അതായത് I0 ആണ് 1, ഒറ്റ ഇൻപുട്ട് മാത്രമേ 1 ഉള്ളൂ. അതിന് മേലുള്ള അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഉള്ള I1, I2, I3 എന്തുവാണ്? നിലവിൽ 0 തന്നെ ആയതുകൊണ്ട് നമുക്ക് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0, 0 തന്നെ. ഇനി സപ്പോസ് ഈ I0യെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ഉള്ള I1 ഈ കേസിൽ 1 വന്നു വിചാരിക്കുക. I1 1 ആയി. അതായത് I2, I3 0 തന്നെയാണ്, പക്ഷേ I1 1 ആയി. I1 എപ്പോഴെങ്കിലും 1 ആണെങ്കിൽ അതിന് താഴോട്ടുള്ള അതിനെക്കാട്ടി പ്രയോറിറ്റി കുറവുള്ള ഏതെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആ ഇൻപുട്ടിനെ നമ്മൾ നോക്കത്തേ ഇല്ല. അതായത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കി വരുന്നത് I3 0 ആണ്, കുഴപ്പമില്ല. I2 0 ആണ്. I1 1 ആണെങ്കിൽ I1നെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് കുറവുള്ള ഏത് I0, ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയാലും 0 ആയാലും നമ്മൾ ഏതനുസരിച്ച് വർക്ക് ചെയ്തുള്ളൂ? I1 അനുസരിച്ച് വർക്ക് ചെയ്തുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയിരുന്നെങ്കിലും ഈ പ്രയോറിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ഏതിനാ? I1-നാ. അതുകൊണ്ട് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0, 1 മാത്രമേ ഇവിടെ വരത്തുള്ളൂ ഔട്ട്പുട്ടിൽ. എന്ന് പറഞ്ഞാൽ I0യുടെ വാല്യൂ 0 ആയാലും I0യുടെ വാല്യൂ 1 ആയാലും നമ്മളത് കണക്കാക്കത്തില്ല. നമ്മൾ ഏതനുസരിച്ച് നോക്കത്തുള്ളൂ? അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് കൂടിയ I1 അനുസരിച്ച് നോക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ഔട്ട്പുട്ട് വരും? 0, 1. അപ്പോൾ ഇത് 0 വന്നാലും 1 വന്നാലും വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് വരയ്ക്കാം? ഒരു ഡോണ്ട് കെയർ എന്ന് പറയുന്നൊരു എക്സ് നമുക്ക് വരയ്ക്കാം. കാരണം ഇതിൻ്റെ വാല്യൂ 0 ആയാലും 1 ആയാലും നമ്മളതിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി എപ്പോഴെങ്കിലും I2 1 ആണെങ്കിൽ I2നെക്കാട്ടിൽ പ്രയോറിറ്റി കുറവുള്ള ആരൊക്കെയാ? I1ഉം I0യും. അപ്പോൾ I1 എന്ത് തന്നെ ആയാലും I0 എന്ത് തന്നെ ആയാലും I2 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ I2നെ മാറ്റാൻ ആർക്ക് മാത്രമേ കേപ്പബിലിറ്റി ഉള്ളൂ? I2നെക്കാട്ടി പവർ കൂടുതലുള്ള I3ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ I2 എപ്പോഴും 1 ആണെങ്കിൽ I3 0 ശരി, ഓക്കെ. I1ഉം I0യും എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? I2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? ഇനി എങ്ങാനും I3 1 ആണെങ്കിലോ? I3 1 ആണെങ്കിൽ പിന്നെ I2ഉം അതിനെക്കാട്ടി പ്രയോറിറ്റി കുറവുള്ള I2ഉം I1ഉം I0 എന്ത് തന്നെ ആയാലും I2ഉം I1ഉം I0യും എന്ത് തന്നെ ആയാലും 0 വന്നാലും 1 വന്നാലും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് വ്യത്യാസം, പ്രയോറിറ്റി. അപ്പം നമ്മളൊരു ഇൻപുട്ട് വരുമ്പോൾ ആ ഇൻപുട്ടിനെക്കാട്ടി ഹയസ്റ്റ് പ്രയോറിറ്റി ആരെങ്കിലും വരുവാണെങ്കിൽ അതനുസരിച്ച് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ അതിന് താഴെയുള്ള അതിനെക്കാട്ടി പ്രയോറിറ്റി കുറവുള്ളതൊക്കെ നമ്മൾ എന്തും നോക്കത്തില്ല. അതിനകത്ത് ഇപ്പോൾ 1 വന്നാലും 0 വന്നാലും നമ്മൾ എന്ത് ചെയ്തില്ല? ചെക്ക് ചെയ്തില്ല. ഏതിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി അതനുസരിച്ചുള്ള എന്ത് വരും? ഔട്ട്പുട്ട് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും. മനസ്സിലായി? ഇതാണ് നമ്മുടെ പ്രയോറിറ്റി എൻകോഡറിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എൻകോഡർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം, വാട്ട് ഈസ് പ്രയോറിറ്റി എൻകോഡർ, അല്ലെങ്കിൽ വാട്ട് ടു ഡു വെൻ മോർ ദാൻ 1 ഇൻപുട്ട് 1 ആയാൽ എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രയോറിറ്റി എൻകോഡർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
മനസ്സിലായി? അതാണ് പ്രയോറിറ്റി എൻകോഡിങ് എന്ന് പറയുന്ന സാധനം. ബാക്കി ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നിങ്ങൾ എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും നോക്കണ്ട. എങ്കിലും കാര്യം എന്താണ് പ്രയോറിറ്റി എൻകോഡർ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇത്രയും മതി എൻകോഡറിൻ്റെ കേസിൽ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് പഠിക്കണം. അതായത് നമ്മൾ ആഡർ പഠിച്ചു, ഫുൾ ആഡർ പഠിച്ചു ഇല്ലേ? ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രം ഞാൻ പറയുവാണെങ്കിൽ ഫുൾ ആഡർ എന്ന് പറഞ്ഞ സാധനം എന്താ? ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻപുട്ടുകളുണ്ടാവും. ഒരു ക്യാരി ഇന്ന് കാണും. ആ നമ്മുടെ രണ്ട് ഇൻപുട്ടുകളും ക്യാരിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു സമ്മും ക്യാരി ഔട്ട്പുട്ട് കാണും. അതാണ് നമ്മൾ പഠിച്ചത്. അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ രണ്ട് ഇൻപുട്ടുകൾ, ഇപ്പോൾ എയും പിയും രണ്ട് ഇൻപുട്ടുകളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരി ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഔട്ട്പുട്ടുകൾ നമുക്കൊരു ഒരു ഫുൾ ആഡറിൻ്റെ കൺസെപ്റ്റാണ്. രണ്ട് ബിറ്റുകൾ എയും ബിയും ഒരു ക്യാരി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൂന്നിനെയും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് ഫുൾ ആഡറിൻ്റെ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കൊരു സം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ക്യാരി ഔട്ട് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും, അങ്ങനെ രണ്ട് ഔട്ട്പുട്ടുകളിലൂടെ ചേർന്ന് വരുന്നതാണ് നമ്മളൊരു ഫുൾ ആഡർ. ഇതിൻ്റെ വർക്കിങ്ങും എക്സ്പ്രഷനും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ ഞാനിപ്പോൾ അതിലേക്ക് എങ്ങും പോകുന്നില്ല. ഇതെന്ന് പറയുന്നത് ഒരു ഫുൾ ആഡറാണ്. ഈ ഫുൾ ആഡർ രണ്ട് ബിറ്റുകളെ മെയിനായിട്ട് മൂന്നെങ്കിൽ പറയുവാണെങ്കിൽ രണ്ട് ബിറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യാനാണ് നമ്മൾ മെയിൻ. ക്യാരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, വേറെ ഏതോ ഒരു ക്യാരി നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ വരുന്ന ക്യാരി എന്നുള്ള രീതി ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ബിറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഒരു ആഡറാണ് ഒരു ഫുൾ ആഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ബിറ്റുകളെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് രണ്ട് നമ്പറുകളെ ഇതിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ ആഡറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സിംഗിൾ ബിറ്റുള്ള രണ്ട് നമ്പറുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഫുൾ ആഡറിൽ ആഡ് ചെയ്യാം. പക്ഷേ വാട്ട് ഈഫ് എനിക്ക് ഒരു രണ്ട് ബിറ്റുള്ള രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മൂന്ന് ബിറ്റുള്ള, ഫോർ എക്സാമ്പിൾ എനിക്ക് 10യും 11 കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 110യും 011 കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് 11101ഉം അല്ലെങ്കിൽ പ്ലസ് 01011 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ കേസുകളിൽ എനിക്ക് ഫുൾ ആഡർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഒരു ഫുൾ ആഡറിനകത്ത് എനിക്ക് രണ്ട് ബിറ്റുകൾ തമ്മിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബിറ്റുകൾ, രണ്ട് ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യേണ്ടതോ 3 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യേണ്ടതോ അല്ല 5 അല്ലെങ്കിൽ 10 100 ബിറ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഫുൾ ആഡറിനെ കൊണ്ട് മാത്രം പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനെ ആഡ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുവാണ്, പാരലൽ ആഡർ. നമുക്കത് ആഡ് ചെയ്യാനൊരു ചെറിയ പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന സാധനമാണ് പാരലൽ ആഡർ. പാരലൽ ആഡർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഒന്നിൽ കൂടുതൽ ഫുൾ ആഡറുകൾ ഉപയോഗിച്ച് നമ്മൾ സെയിം സാധനത്തിന് അല്ലെങ്കിൽ സെയിം കൺസെപ്റ്റ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുക പാരലൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ട് കാര്യങ്ങൾ പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് ചെയ്യുക. ഇത് നമ്മൾ പാരലൽ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് സെയിം തന്നെയാണ്. എനിക്കിപ്പോൾ ഒരു ബിറ്റ് ഞാൻ ആഡ് ചെയ്യുന്ന കേസാണ് ഒരു ഫുൾ ആഡർ. അപ്പോൾ എനിക്ക് രണ്ട് ബിറ്റുകളുള്ള സാധനം ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഒന്നിൽ കൂടുതൽ ഫുൾ ആഡർ, അതായത് രണ്ട് ഫുൾ ആഡർ ഉപയോഗിച്ച് രണ്ട് ഫുൾ ആഡറിനെ പാരലലി ഒരേപോലെ റൺ ചെയ്ത് ഞാൻ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്? പാരലൽ ആഡർ എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ ഒരു പാരലൽ ആഡറിൻ്റെ കേസിൽ നമ്പർ ഓഫ് full adder used, നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് ഫുൾ ആഡർ യൂസ്ഡ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ ഇൻ ദി നമ്പർ. ഓക്കെ, അതായത് രണ്ട് 2 ബിറ്റ് നമ്പറുകൾ ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് ഫുൾ ആഡർ, രണ്ട് 3 ബിറ്റ് നമ്പറുകൾ ആഡ് ചെയ്യണമെങ്കിൽ 3 ഫുൾ ആഡർ, രണ്ട് 5 ബിറ്റ് നമ്പറുകൾ ആഡ് ചെയ്യണമെങ്കിൽ 5 ഫുൾ ആഡർ, രണ്ട് 100 ബിറ്റ് ഫുൾ ആഡർ രണ്ട് 100 ബിറ്റ്സുകൾ നമ്പർ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ 100 ഫുൾ ആഡർ. മനസ്സിലായി? അപ്പോൾ എത്ര നമ്പർ ഓഫ് ബിറ്റുകൾ തമ്മിലുള്ള നമ്പറുകൾ തമ്മിലാണോ ആഡ് ചെയ്യേണ്ടത് അത്രയും നമ്പർ ഓഫ് ഫുൾ ആഡറുകൾ നമുക്ക് യൂസ് ചെയ്യണം. മനസ്സിലായി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 3 ബിറ്റുള്ള ഒരു രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഫുൾ ആഡർ വേണം. ഇപ്പോൾ ചെയ്യുന്നത് നമ്മളെപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് വരച്ചു തുടങ്ങുന്നത്. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഒരു ഫുൾ ആഡർ വരയ്ക്കുക, ആ ഫുൾ ആഡറിനകത്തോട്ട് രണ്ട് ഇൻപുട്ടുകൾ. മനസ്സിലായി? ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എയും ബിയും തന്നെ ആഡ് ചെയ്യേണ്ടത്. എയും 3 ബിറ്റാണ്, ബിയും 3 ബിറ്റാണ്. അതായത് ഇപ്പം A2 A1 A0 3 ബിറ്റ് എയുടേതും അതുപോലെ തന്നെ B2 B1
B0 3 ബിറ്റ് ഏതിനുണ്ട്, ബിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴോട്ട് വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? എനിക്ക് A0യും B0യും തമ്മിൽ ആഡ് ചെയ്യണം, A1ഉം B1ഉം തമ്മിൽ ആഡ് ചെയ്യണം, A2ഉം B2ഉം തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് ഓരോന്നിനും വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഓരോ ഫുൾ ആഡർ കൊടുക്കുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അപ്പോൾ ആദ്യത്തെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഫുൾ ആഡർ വരച്ചു. അതിനകത്തോട്ട് 2 ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്, A0യും B0യും ഞാൻ കൊടുക്കുന്നു. മനസ്സിലായോ? ഇതിനകത്തൊരു ക്യാരി ഇന്നു. ആദ്യമായിട്ട് തുടങ്ങുവാണെങ്കിൽ ക്യാരീൻ്റെ വാല്യൂ 0 ആയിരിക്കും. ക്യാരി ഇതിന് 2 ഔട്ട്പുട്ടുകൾ കാണുമല്ലോ, ഒരു സം ഔട്ട്പുട്ട് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A0യും B0യും തമ്മിലാണ് ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സമ്മിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുന്നത് S0 എന്ന് കൊടുത്തു. ഇതിനൊരു ക്യാരി ഔട്ട്പുട്ട് കാണുമല്ലോ, അതവിടെ കിടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് 2 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ. ഇനി എനിക്ക് ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം, A1ഉം B1ഉം തമ്മിൽ ആഡ് ചെയ്യണം. അതിന് ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എന്ത് വരച്ചു, ഫുൾ ആഡറും കൂടെ വരച്ചു. ഒരു ഫുൾ ആഡർ കൂടെ വരച്ചു. ഇതിനകത്ത് ഞാൻ ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യും, ഇവിടെ ഞാൻ A0യും B0യും ആഡ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യും, A1ഉം B1ഉം കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന തൊട്ട് മുമ്പ് ചെയ്ത A0യും B0 തൊട്ട് മുമ്പിലത്തെ ബിറ്റ് ചെയ്ത A0യും B0യും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ സമ്മോട് നോക്കി ക്യാരി എടുത്ത് ഞാൻ എങ്ങോട്ട് കണക്ട് ചെയ്യും, അതായത് ഇവിടുത്തെ ക്യാരി ഔട്ട് ഞാൻ എങ്ങോട്ട് കൊടുക്കും, ഇവിടുത്തെ ക്യാരി ഇന്നിലേക്ക് കൊടുക്കും. ഇതൊരു ഫുൾ ആഡർ അല്ലേ, അപ്പോൾ ഇവിടുത്തെ ക്യാരി ഔട്ട് എടുത്ത് ഇവിടുത്തെ ക്യാരി ഇന്നിലേക്ക് കൊടുക്കും. ഇതിനും ഒരു എന്ത് കാണും, സം കാണത്തില്ല. A1ഉം B1ഉം കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്താ പേര് കൊടുത്തു, S1 എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ A0യും B0യും ആഡ് ചെയ്തു, A1ഉം B1ഉം കൂടെ ആഡ് ചെയ്തു. A0യും B0യും ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ സമ്മ് ഞാൻ ഒക്കെ ഇവിടെ എടുത്തു. ക്യാരി എന്ത് ചെയ്തു, തൊട്ടപ്പുറത്തെ A1ഉം B1ഉം ആഡ് ചെയ്ത ഫുൾ ആഡറിലെ ക്യാരി ഇന്നായിട്ട് കൊടുത്തു. എന്നിട്ട് അടുത്ത എന്ത്, ഇപ്പോൾ A0യും B0 ആയി, A1ഉം B1ഉം ആയി. ഇനി ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം, A2ഉം B2ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഒരു ഫുൾ ആഡർ കൂടെ വരച്ചു. എന്നിട്ട് അതിൻ്റെ പേരെന്തുവാണ്, ഇപ്പം അടുത്ത ഇതും ഫുൾ ആഡർ തന്നെയാണ്. ഇത് ഞാൻ എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യണ്ടേ, 2 ഇൻപുട്ടുകൾ കൊടുത്തു. ഏതൊക്കെ തമ്മിൽ, ഇതിപ്പോൾ A0 B0, A1 B1. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, A2 B2. ഇവിടെയും എനിക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാവും, സം. ഇപ്പോൾ S0 ആയി, S1 ആയി. അപ്പോൾ A2ഉം B2ഉം ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടി, S2 കിട്ടി. ഇവിടുത്തെ തൊട്ട് റൈറ്റ് സൈഡിൽ ഇവിടുത്തെ ക്യാരി ഔട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇവരുടെ ക്യാരി ഇൻ. അപ്പോൾ ഈ രണ്ടാമത്തെ ഇവരുടെ ക്യാരി ഔട്ട് ഇതിൻ്റെ എന്തുമായിട്ട് കണക്ട് ചെയ്തു, ക്യാരിനായിട്ട് കണക്ട് ചെയ്തു. മനസ്സിലായോ? S2ഉം കിട്ടി. ഇതിൻ്റെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ യൂഷ്വൽ ക്യാരി ഔട്ട്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ലൈൻ ക്യാരിന് കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ക്യാരി ഔട്ട് എടുത്ത് അടുത്തതിൻ്റെ ക്യാരിനിൽ, ഇതിൻ്റെ ഔട്ട്പുട്ട് ക്യാരി ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ക്യാരിനിൽ, അങ്ങനെ 3 ചെയ്തു. അപ്പോൾ A0 B0, A1 B1, A2 B2 ആഡ് ചെയ്തു. സം 0 കിട്ടി, സം 1 കിട്ടി, സം 2 കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി നമ്മൾ ഇവിടെ കൊടുത്ത പോലെ തന്നെ നമുക്കൊരു ക്യാരി ഔട്ട് വെളിയിൽ നിന്ന് കിട്ടി. മനസ്സിലായോ? ഇതാണ് ഒരു എന്താ പറയുന്നത്, നമ്മുടെ പാരലൽ ആഡർ. ഇതിന് വിളിക്കുന്ന പേരാണ് പാരലൽ. കാരണം എന്താ, ഇതിൽ ഒറ്റ ടൈം ഒരുമിച്ച് തന്നെയാണ് A0 B0യും A1ഉം B1ഉം A2ഉം B2ഉം ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് ഒരു പാരലൽ ആഡർ. ഇതിപ്പോൾ ഒരു 10 ബിറ്റുള്ള ഒരു 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യണ്ടെങ്കിലോ എന്താ തന്നെ ഇതുപോലെ A0 B0, A1 B1, A2 B2 കഴിഞ്ഞ് A3 B3, A4 B4, A5 B5, A6 B6 എന്ന് പോയി ഇവിടെ A9 B9 വരെയും പോയി S0 S1 S2 S3 S4 S5 S9 വരെയും കിട്ടും. ഓരോന്നിൻ്റെയും ക്യാരി ഔട്ട് ഇങ്ങോട്ട് മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഒരു ക്യാരി ഔട്ടും കിട്ടും. ഇങ്ങനെ തന്നെ എത്ര വലുതുമാണെങ്കിലും നമുക്ക് വരയ്ക്കാം. മനസ്സിലായി? അപ്പോൾ ആകെ പടം നമുക്ക് നമ്പർ ഓഫ് ബിറ്റുകൾ കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഫുൾ ആഡേഴ്സ് കൂട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ 100 ബിറ്റ് കൂടുന്നെങ്കിൽ 100 ബിറ്റ് ഫുൾ ആഡർ നമുക്ക് വേണം. 100 ബിറ്റുള്ള നമ്പറുകൾ ആഡ് ചെയ്യണമെങ്കിൽ 100 ഫുൾ ആഡറുകൾ നമുക്ക് വേണ്ടി വരും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അത് തന്നെ, ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് അത് തന്നെ. അതായത് നമ്പർ ഓഫ് ബിറ്റ് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഫുൾ ആഡേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ശരിയാണ്. എന്നാലും നമുക്കൊരു ഓപ്ഷൻ അല്ലേ, ഒരുമിച്ച് മൾട്ടിപ്പിൾ ബിറ്റ്സ് ആഡ് ചെയ്യാം. അത് കൂടാതെ ഇവിടെ തന്നെ ചെയ്യാം. അത് കൂടാതെ ഇതിന് വേറൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ബിറ്റ് ആഡ് ചെയ്ത് A0 B0 ആഡ് ചെയ്ത സമയത്ത് ഒരു ക്യാരീനെ ഞാൻ കൊടുത്തു, ആഡ് ചെയ്തു, ക്യാരി ഔട്ട് ഫോം ചെയ്തു, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ A0 B0 ആഡ് ചെയ്യുന്ന ഈ ഫുൾ ആഡർ വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് എന്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, A1ഉം B1ഉം ആഡ് ചെയ്യുന്ന ഈ ഫുൾ ആഡർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ A1ഉം B1ഉം ആഡ് ചെയ്യുന്ന ഫുൾ ആഡർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ക്യാരീന് വരണം. ഈ ക്യാരീന് എപ്പോഴാണ് വരുന്നത്, ഈ ഫുൾ ആഡർ വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഈ സി ഔട്ട് വന്നെങ്കിലേ നമുക്ക് ആ സി ഔട്ട് എവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, ഈ സീനിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഫുൾ ആഡർ വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള ക്യാരി ഇപ്പുറത്ത് വന്നെങ്കിൽ മാത്രമേ ഈ ഫുൾ ആഡറിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയാണേ? അതിനുശേഷം ഈ ഫുൾ ആഡർ വർക്ക് ചെയ്ത് ഇതിൻ്റെ ക്യാരി ഔട്ട് ഇപ്പുറത്ത് വന്നെങ്കിൽ മാത്രമേ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിയററ്റിക്കലി നമ്മൾ പറയുമ്പോൾ ഇത് പാരലൽ ആഡറാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യുമെന്ന് പറയുന്നെങ്കിലും ഇതിൻ്റെ ഓരോ സ്റ്റേജും
ഓരോ ഫുൾ ആഡർ ഓരോ സ്റ്റേജും പ്രീവിയസ് സ്റ്റേജിൻ്റെ ക്യാരി ഔട്ട് ഫോമായി ഇപ്പുറത്ത് കിട്ടുന്നിടം വരെയും ഓരോ സ്റ്റേജും എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സ്റ്റേജും എന്ത് ചെയ്യണം, പ്രീവിയസ് സ്റ്റേജിൻ്റെ ക്യാരി ഔട്ട് ഇനി വരാൻ ക്യാരിനായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്ത് അത് വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ്, ഇതിൻ്റെ ഡിലേ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനുള്ള ഡിലേ കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു 100 സ്റ്റേജ് ഉള്ളൊരു അല്ലെങ്കിൽ 100 ബിറ്റുകൾ ആഡ് ചെയ്യുന്നൊരു ഫുൾ ആഡറാണെന്ന് വിചാരിച്ചു. ഏറ്റവും അവസാനത്തെ 100ാമത്തെ ബിറ്റുകൾ ആഡ് ചെയ്യുന്ന അടുത്ത സ്ഥലത്തേക്ക് ക്യാരിന് വരണമെങ്കിൽ എന്ത് ചെയ്യണം, 1-ൽ നിന്ന് ക്യാരി ഔട്ട് ഫോം ചെയ്ത് 2-ലെത്തണം, 2-ൽ നിന്ന് 3-ലെത്തണം, 3-ൽ നിന്ന് 4-ലെത്തണം, അങ്ങനെ മാറി 98 അല്ലെങ്കിൽ 99-ൽ നിന്ന് 100ലേക്ക് ക്യാരിന് വന്നെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യത്തുള്ളൂ, ആ 100ാമത്തെ ഫുൾ ആഡറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ 100ാമത്തെ ഫുൾ ആഡർ വർക്ക് ചെയ്തെങ്കിൽ മാത്രമല്ല 100ാമത്തെ സം കിട്ടത്തുള്ളൂ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഫസ്റ്റ് ബിറ്റിൽ നിന്ന് ഓരോ സ്റ്റേജും വർക്ക് ചെയ്ത് 100ാമത്തെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് വരെ ആ ക്യാരി വന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഫൈനലായിട്ടുള്ള സമ്മും ക്യാരി ഔട്ടും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു പാരലൽ ലാഡറിൻ്റെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പാരലൽ ലാഡറിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്. ഇനി ഇങ്ങനെ ക്യാരി ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ്, ഇങ്ങനെ മാറി ചാടി പോകുന്നത് കൊണ്ട് നമ്മൾ ഇതിനൊരു പേര് വിളിക്കും. ഈ ഒരു കറസ്പോണ്ടിങ് പാരലൽ ലാഡറിന് ഒരു പേര് വിളിക്കും. അതായത് നിങ്ങൾ റിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? റിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഓളം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെള്ളത്തിനകത്തൊരു കല്ലെടുത്തിടുവാണെങ്കിൽ തട്ടുവാണെങ്കിൽ ഉണ്ടാകുന്ന അലകൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പിൾ. അതായത് അത് ഒരു സ്ഥലത്ത് ഒറിജിനേറ്റ് ചെയ്യും, അതിങ്ങനെ വലുതായി പടർന്ന് മാറി അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് റിപ്പിൾ എന്ന്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു പോയിന്റ് ഇടുവാണെങ്കിൽ അവിടുന്ന് അടുത്തടുത്തേക്ക് അതിൽ വലുതായി റിപ്പിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ റിപ്പിൾ എന്നുള്ള പറയുന്നത്, അലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ക്യാരി ഒരിടത്ത് ജനറേറ്റായി അവിടുന്ന് അടുത്തടുത്തേക്ക് അങ്ങനെ പോയി അവസാനത്തേക്ക് എത്തുന്ന ഒരു കൺസെപ്റ്റിലെ ക്യാരി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ക്യാരിയാണ് റിപ്പിൾ ചെയ്യുന്നത്, ക്യാരിയാണ് ഇങ്ങനെ അലകളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, റിപ്പിൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ആഡറിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, റിപ്പിൾ ക്യാരി ആഡർ. മനസ്സിലായോ? ഈ ടൈപ്പിൽ ബിറ്റുകൾ ആഡ് ചെയ്ത് പോകുന്ന ആഡറിന് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് റിപ്പിൾ ക്യാരി ആഡർ. മനസ്സിലായോ? അപ്പോൾ റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പാരലൽ ആഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റുകളുള്ള നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാരലൽ ആഡർ അല്ലെങ്കിൽ റിപ്പിൾ ക്യാരി ആഡർ. അപ്പോൾ പാരലൽ ആഡർ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാനേ പറ്റുള്ളൂ, വേണമെങ്കിൽ ഒരു ക്യാരിയും കൂടെ. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റുകളുള്ളത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫുൾ ആഡറിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ ഉള്ള നമ്മുടെ ഫുൾ ആഡറുകളെ കാസ്കേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ സീരീസ് കാസ്കേഡ് ചെയ്യാമെങ്കിൽ ഒന്നിൻ്റെ പുറകെ അടുത്ത് കണക്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മളൊരു പാരലലി ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ആഡറായിട്ട് ഉണ്ടാക്കിയെടുക്കും. ചെയ്യുന്നത് ഒരു ആണെങ്കിൽ ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ട് എടുത്ത് അടുത്ത ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്നിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് നമുക്ക് എത്ര ബിറ്റാണോ നമ്മുടെ നമ്പർ, അത്രയും നമ്പർ ഓഫ് ഫുൾ ആഡർ ഉപയോഗിച്ച് നമുക്കൊരു പാരലൽ ആഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുഴപ്പമില്ല. പക്ഷേ ഇതിന് രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. അതായത് ഒന്നെന്ന് പറയുന്നത്, ഇതിൻ്റെ വലിപ്പം നമ്പർ ഓഫ് ബിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫുൾ ആഡർ എത്ര എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ സൈസും കൂടും. ഇപ്പം 100 ബിറ്റ് ഫുൾ ആഡർ 100 ബിറ്റ് നമ്പറുകൾ ആഡ് ചെയ്യണമെങ്കിൽ 100 ഫുൾ ആഡർ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്യാരി ഇതിനകത്ത് റിപ്പിൾ ചെയ്താൽ പോകുന്നത്. അതായത് ഒരു ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ടാണ് അടുത്തൊരു ക്യാരി ഇന്നായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഈ ക്യാരി ഓരോ സ്റ്റേജും വർക്ക് ചെയ്ത് ക്യാരി പാസ് ചെയ്ത് എവിടെ വരണം, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലും കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനലായിട്ടുള്ള സമ്മോ ക്യാരി ഔട്ടോ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യണം, ഡിലേ ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റുകൾ കൂടുന്നതനുസരിച്ച് ഈ ഡിലേയും കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ക്യാരി ഇങ്ങനെ റിപ്പിൾ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പേരും വിളിക്കും റിപ്പിൾ ക്യാരി ആഡർ അല്ലെങ്കിൽ RCA, റിപ്പിൾ ക്യാരി ആഡർ അല്ലെങ്കിൽ RCA ആഡർ എന്നാണ് പറഞ്ഞ് നമ്മൾ പറയുന്നത് എന്ത് തന്നെയാണ് ഈ പറഞ്ഞ തന്നെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻസ് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട. അതായത് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യും. ക്യാരി ലുക്ക് അഹെഡ് ലോജിക് എന്നൊക്കെ പറയും. നിങ്ങൾ പഠിക്കേണ്ട ക്യാരി ലുക്ക് അഹെഡ് ലോജിക് എന്നൊക്കെ പറയും. അതായത് അടുത്ത് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇനി വരാൻ ചാൻസ് ഉള്ള ക്യാരികളൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യും. അതായത് മനസ്സിലാക്കി സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യും.
അതായത് നമ്മൾ ഓരോ സ്റ്റേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ നമ്മളിപ്പോൾ എന്തുമായിരിക്കും നമുക്ക് വരാൻ ഓരോ സ്റ്റേജിലും അവർക്ക് വരാൻ ചാൻസ് ഉള്ള ക്യാരി എന്തുമായിരിക്കും എന്ന് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്ത് അതനുസരിച്ച് നമ്മൾ ഈ വെയിറ്റിംഗ് ഡിലേ ഒഴിവാക്കി ചെയ്യുന്ന ലോജിക്കുകളൊക്കെ ഉണ്ട്. ആ ലോജിക്ക് നമ്മൾ വിളിക്കുന്നത് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണേൽ പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പറഞ്ഞ റിപ്പിൾ ചെയ്ത് പോകുന്ന കാരണം ഡിലേ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേജും എന്ത് ചെയ്യും, അവർക്ക് വരാൻ ചാൻസ് ഉള്ള ക്യാരി പ്രെഡിക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നേരത്തെ ഓരോ കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി നേരത്തെ കണ്ടുപിടിച്ച് വെക്കും. മറ്റൊരിടത്തുനിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമില്ല, ഇപ്പോൾ ഇല്ല, ക്യാരി ലുക്ക് അഹെഡ് ലോജിക് എന്ന് പറയും. ക്യാരി ലുക്ക് അഹെഡ് ലോജിക്. ഇപ്പോൾ ഈ ലോജിക് ഉപയോഗിച്ച് ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഓരോ സ്റ്റേജും അതായത് അപ്പം ഈ ഫുൾ ആഡറൊക്കെ എന്ത് ചെയ്യും, ഒരു അസ്യൂം ചെയ്യും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യും. അവർക്ക് വരാൻ ചാൻസ് ഉള്ള ക്യാരി എന്താണെന്ന് ജനറേറ്റ് ചെയ്യും. അതനുസരിച്ച് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ലോജിക്കാണ് ക്യാരി ലുക്ക് ഹെഡ് ലോജിക്ക്. അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആഡറിന് നമ്മൾ ക്യാരി ലുക്ക് ഹെഡ് ആഡർ എന്നൊക്കെ പറയും. CLA ക്യാരി ലുക്ക് ഹെഡ് ആഡർ. അത് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല. അപ്പം എനിവേ നിങ്ങൾ എന്താണ് പാരലൽ ആഡർ, ആ പാരലൽ ആഡർ എന്തുകൊണ്ടാണ് റിപ്പിൾ ക്യാരി ആഡർ എന്ന് വിളിക്കുന്നത്? അപ്പോൾ രണ്ട് പേരിലും ചോദിക്കാം, എന്തുകൊണ്ട് റിപ്പിൾ ക്യാരി ആഡർ എന്ന് വിളിക്കുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും മതി ഇപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം.